ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ജനറലായിട്ട് സർവീസ് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റാം, പൊല്യൂഷൻ ടെസ്റ്റ് നടത്താം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. അഡ്ജസ്റ്റിങ് മാക്സിമം തീർന്ന് നടക്കുന്നതാണ്. ബ്രേക്ക് ലൈനർ മാറ്റിയിടണം. അതേപോലെ ബാക്ക് ടയർ നിസ്സാരം കൂടി ഓടിക്കാനുള്ളൂ കേട്ടോ. അപ്പം ശ്രദ്ധിച്ചോളാം, ഇടയ്ക്കൊന്ന് മാറ്റിനേഴ്സ് നോക്കിക്കോളാം. പിന്നെ അതിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ സീറ്റിങ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഹബിനകത്ത്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു പ്ലേ കാണിക്കുന്നുണ്ട്. തൽക്കാലം വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അത് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ചെറിയൊരു പ്ലേ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കും കേട്ടോ. അത് ഹബ്ബിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ബെയറിങ് സീറ്റിങ് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ ഹബ്ബ് മാറ്റാനാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഹബ്ബ് മാറ്റിയിടണം. അപ്പോൾ നമുക്ക് ഓട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ തൽക്കാലം അതിന് ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതേപോലെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അതൊന്ന് മാറ്റിയിടണം. എയർ ഫിൽറ്ററൊക്കെ മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അതായത് മാറ്റേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡർ മാറ്റി റീസെറ്റ് ആക്കണം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള വണ്ടിക്ക് ഒട്ടുമിക്ക അതിന് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോളം മിക്സ് ചെയ്തിട്ടുള്ള E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരുമ്പോൾ കോമൺ ആണ്. പക്ഷേ നമ്മുടെ വണ്ടിക്ക് നിലവിൽ പ്രോബ്ലം ഒന്നും ഇല്ല, അതുകൊണ്ട് വേറെ അഴിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് ലോഡായി കാണാം. അപ്പോൾ ബ്രേക്ക് സ്റ്റക്ക് ആവുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ലിവർ ഉണ്ടല്ലോ, ക്ലച്ച് ലിവറാണത്, അതിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞേക്കാണ്. അപ്പോൾ ക്ലച്ച് കേബിളും ബ്രേക്ക് കേബിളും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഈ ഒരു ബൾബ് പോയി കിടക്കുന്നുണ്ട്, പഴയ മോഡലാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടി മാറ്റിയിടണം. നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ പ്ലഗും കൂടിയാണ് മാറ്റി വിടേണ്ടത്. പിന്നെ ബാറ്ററി നിലവിൽ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യണം കേട്ടോ. തൽക്കാലം അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. വണ്ടി പിന്നെ ഓടുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. മൺകാടൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ജെർക്കിങ്ങാണ് ഈ കാണിക്കുക കേട്ടോ. ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. ഓക്കെ.